നമ്മളൊരു പുതിയ ദൃശ്യത്തിലേക്ക് പോവുകയാണ്. അത് ഇസ്രായേലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മിസൈൽ പതിച്ചതിന് ശേഷമുള്ള നാശനഷ്ടങ്ങൾ വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ്. അതേസമയമാണ് അല്പം മുൻപ് വീണ്ടും ഇസ്രായേലിലാകെ അപായ സൂചന മുഴങ്ങിയിട്ടുണ്ട്. ഇറാൻ വീണ്ടും മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് സന്ദേശം നൽകിയത്. പല മിസൈലുകളും വന്ന് പതിച്ചതിന് ശേഷമുള്ള അപകടത്തിൻ്റെ ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ ആകാശത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകളാണ് പ്രധാനമായും ഇറാൻ ലോഞ്ച് ചെയ്യുന്നത്. അതിൽ ഫത്തേ ഉണ്ട്, സെജിൽ മിസൈലുകളുണ്ട്, ഡാൻസിംഗ് മിസൈൽ എന്നാണ് അറിയുന്നത്. നേരത്തെ കണ്ട ഒരു ദൃശ്യങ്ങൾ വെച്ച് അത് സെജിൽ മിസൈൽ പ്രയോഗിച്ചതാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരങ്ങൾ വന്നിരുന്നു. അതും ഭാവിയിലേക്ക് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നതാണ്. ഇറാനിൽ നിന്ന് മിസൈലുകളുടെ വർഷം അത് തുടരുന്നു. അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ ഇടപെട്ടതോടെ ശക്തമായ പ്രത്യാക്രമണം എന്നാണ് ഇറാന്റെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തുടരെ വർഷിക്കുന്നത്. നേരത്തെ ദിവേഷ് പറഞ്ഞതുപോലെ സാധാരണക്കാരായ മനുഷ്യർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ നാശനഷ്ടം. നോക്കൂ, ആ കെട്ടിടമൊക്കെ പൂർണ്ണമായും ഈ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ആളുകളെയൊക്കെ ബങ്കറുകളിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാലും ഈ എയർ സൈഡ് എത്രയോ കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടില്ല. പൂർണ്ണമായും നൂറുകണക്കിന് ആളുകൾ 2 രാജ്യങ്ങളിലുമായി ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ ഒരു തെറ്റും ചെയ്യാത്ത കുറേ മനുഷ്യരാണ് ഈ യുദ്ധത്തിന്റെ ഇരകളാകുന്നത്.